അപ്പോൾ നമ്മൾ ബട്ടൂരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ml കപ്പാണ്. അപ്പോൾ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ, ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണത്. അല്ലെങ്കിൽ കുറച്ച് തണുക്കുമ്പോൾ ഹാർഡാവും. അപ്പോൾ 1/4 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കും. നമ്മളിത് ഒരു അരിപ്പയിലാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ അരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദ റവ അതെല്ലാം ഈക്വലായിട്ട് എല്ലായിടത്തേക്കും കിട്ടും. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടി തൈരാണ്. കാൽ ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, മൈദമാവ് നമ്മൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഈ ഒരു വെള്ളം നമുക്ക് പാകം കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റിക്കി ആയിരിക്കും ആയതുകൊണ്ട് ഈ ഒരു വെള്ളം നമുക്ക് പാകം. ഇതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് മാവ് പുളിക്കാൻ പറ്റും, ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് തടവി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതിയ തുറത്ത് ഒന്ന് നനച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ ചോലെ മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. നമ്മുടെ ഭട്ടൂരയ്ക്ക് അല്ലെങ്കിൽ പൂരിക്കൊക്കെ ബെസ്റ്റാണ് അത് കൂട്ടി കഴിക്കാനായിട്ട്. ഇന്നുണ്ടാക്കാൻ പോണത് ഭട്ടൂരിയാണ്. ഭട്ടൂരിക്ക് ഏറ്റവും നല്ലത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോല മസാലയാണ്. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചോല മസാല എന്ന് പറയും, നമ്മളിവിടെ കടലക്കറി എന്ന് പറയും. വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു 1 കിലോ കടല തലേദിവസം വെള്ളത്തിലിട്ട് ഒരു ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു 7 വിസിൽ വന്നിട്ട് നന്നായിട്ട് വേവിച്ചോടെ എടുത്തിട്ടുണ്ട്. ഒരു നാളികേരം അതായത് ഒരു 250 ml 1 കപ്പ് നാളികേരം, 1 ടേബിൾ സ്പൂൺ മസാല എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പെരിഞ്ചീരകവും 2 ചെറിയൊരു കഷ്ണപ്പട്ട, കറുകപ്പട്ടയുടെ ഇല, ഒരു 4 ഏലക്കായ, പിന്നെ 3-4 ക്ലോവ്സ് അതായത് കറിയാമ്പൂ, പിന്നെ ഒരു ഇലൈച്ചി, സ്റ്റാർ നൈസ് ഒരെണ്ണം. പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, പിന്നെ ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ഒരു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ചോല മസാല, പിന്നെ കുറച്ച് മല്ലിയില. ഈ സാധനങ്ങളാണ് നമുക്ക് ഈ ചോല മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് മസാല നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ സബോള ഇട്ട് കൊടുക്കുക. ഉള്ളി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായുള്ളൂ. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കും. ഒരു വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. നമ്മൾ ഇത് ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ചോല മസാല ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും.
എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചെടുത്തിട്ടുള്ള മുളക് പൊടി. ഇത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പിന്നീട് ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നമുക്കത്. പച്ചമല്ലി സെപ്പറേറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മല്ലി ഒരുപാട് ചോക്കേണ്ട ആവശ്യമില്ല. തീ ഓഫാക്കുക. അപ്പോൾ നമുക്ക് കാണാം. ഇതാ ഈ ഒരു മൂപ്പ് മതി കേട്ടോ. നാളികേരം നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. നാളികേരം പച്ചക്കാണ് അരിക്കുന്നത് കേട്ടോ. മല്ലി നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കാൻ കേട്ടോ. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയെല്ലാം കൂടി അരച്ചെടുക്കാം. അപ്പം ഈ മസാല നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഉള്ളിയും തക്കാളിയും കൂടിയിട്ടുള്ള നമ്മൾ വഴറ്റി വെച്ചിരുന്നല്ലോ. എന്നിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഒരു പരുവത്തിലാണ് അരയ്ക്കാനായിട്ട്. മല്ലി സെപ്പറേറ്റ് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം അരയ്ക്കാം. ഈ പരുവത്തിൽ അരച്ചാൽ മതി നാളികേരം. അപ്പോൾ നമ്മുടെ അരവുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കുമ്മിൻ സീഡ് ഇടുക. ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് ജീരകം ഇടുക. വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച മസാല വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മല്ലി ചേർക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചായിരുന്നു. ഗ്രേവിയിലേക്ക് കുറച്ചും കൂടി നമുക്ക് പൊട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പൊട്ട് കൊടുത്തിട്ടുണ്ട്. കടല വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് വേറെ വലിയ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അത് നമുക്ക് കുറച്ച് സ്ഥലം കുറവുണ്ടായിരുന്നു ഇളക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തിരി വലിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് ഇടുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ കടലയും മസാലയും തമ്മിലുള്ള ഒരു മുഹബത്ത് ഉണ്ടല്ലോ. കടലും മസാലകളും തമ്മിലുള്ള ഒരു മുഹബത്ത് വരണം. നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. അത് നമുക്ക് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാണാൻ, നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർക്കാം. നാളികേരം ചേർത്ത് കൊടുത്തു നമ്മൾ. അപ്പോൾ തന്നെ തീ ഓഫാക്കി. ഇതിലുള്ള ഈ ഉരുളിയിലുള്ള ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണണം, നമുക്ക് തിളക്കുന്നത് കാണാം. നമുക്ക് ഉണ്ടോ? ഈ കസൂരി മേത്തി കുറച്ചിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില ഇടുക മുകളിൽ. ഈ ബട്ടർ ഒരു 3 ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. അടിപൊളിയാണ്, ഒന്നും പറയാനിരിക്കാൻ വയ്യ. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ ചോല മസാല റെഡിയാണ് ഇവിടെ ഉണ്ടോ. നല്ല സൂപ്പർ മസാല. അപ്പോൾ നമുക്കിത് പൂരി കഴിക്കാനും അതുപോലെ തന്നെ ഭട്ടൂര് കഴിക്കാനൊക്കെ സൂപ്പറാണ്. കാണാം നിങ്ങൾക്കിവിടെ അടിപൊളി ചോല മസാലയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മാവ് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് അല്ലേ. ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ആദ്യം കുറച്ചൊന്ന് ബോർഡ് പോലെ പിടിച്ച് വയ്ക്കാം. ബോർഡ്സ് ആയി ഇനി നമുക്ക് പരത്തി കൊടുക്കണം കേട്ടോ. ശക്കലം പൊടിങ്ങനെ ഇടുക.
ഒരുപാട് കനം കുറയ്ക്കരുത്. ഈ ഒരു കനത്തിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചേക്കാണ് കബോർഡിൽ. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് നിരത്തിയിടാം. അങ്ങനെ ഉണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കണതിൻ്റെ ഡബിൾ കനം വരും കേട്ടോ ഈ ഭട്ടൂരയ്ക്ക് പരത്തുമ്പോൾ. നല്ല കനത്തിലെ പരത്തുക. ശരിക്കും ഒരു ഭട്ടൂര വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറയും. ആ രീതിയിലാണ് നമ്മൾ കടയിലൊക്കെ വെച്ചിട്ടില്ലേ. കനമുണ്ടാവും, അത്യാവശ്യം വലിപ്പമുണ്ടാവും. നമ്മുടെ ഏതാണ്ട് പരത്തി കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് ചൂടാൻ നോക്കാം. നമ്മളൊരു 300-350 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് പരന്ന ഉരുളിയാണ് ഏറ്റവും നല്ലത്. കാരണം നല്ല വായവട്ടം ഉണ്ടാവുകയും ചെയ്യും, എണ്ണ ഫുള്ളായിട്ട് മുങ്ങി കെടുക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. നന്നായിട്ട് പൊളച്ച് വന്നിട്ട് നമുക്ക് കാണാം. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ തൃശ്ശൂർ ഭാരത് ഹോട്ടലിൽ നിന്നൊക്കെ ഭട്ടൂര കഴിച്ച ആൾക്കാർക്ക് അറിയാം. ഭട്ടൂരയും നല്ല ചന്ന മസാലയും കിട്ടും ഭാരത് ഹോട്ടലിൽ. അതുകൊണ്ട് ശരിക്കും ഇതുപോലെ ആയിരിക്കും അല്ലേ? ഭട്ടൂര ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിയിലുണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പൊളച്ച് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് പൊളച്ച് കിട്ടണമെങ്കിൽ കട്ടിയിലുണ്ടാക്കണം. നമുക്ക് കാണാം സൂപ്പർ ഭട്ടൂര റെഡിയാണ് കേട്ടോ. നന്നായിട്ട് പൊളച്ച് കൊണ്ടുണ്ട്. സൂപ്പർ ഭട്ടൂര റെഡിയാണ്. ഈ ഒരു ചെറിയൊരു കരത്തിലുണ്ടാക്കിയാലാണ് ഇതുപോലെ കിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്, ചുങ്ങണമൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഭട്ടൂര ഒരു പ്രാവശ്യം. ഭട്ടൂര ചന്ന മസാല ഭയങ്കര ടേസ്റ്റാണ്. ഒരു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. ഒരു വെറൈറ്റി അല്ലേ. നമ്മുടെ ഇന്നത്തെ ഭട്ടൂരയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് ഭട്ടൂര അടിപൊളി സൂപ്പർ. ലാസ്റ്റ് ഭട്ടൂരയും സൂപ്പർ ഭട്ടൂരിയായിരിക്കുന്നു.